മിഡിൽ ഈസ്റ്റിലെ കരുത്തുറ്റ ശക്തിയായ ഇറാന്റെ രാഷ്ട്രീയ ആകാശത്ത് ഇപ്പോൾ അനിശ്ചിതത്വത്തിന്റെ കറുത്ത മേഘങ്ങൾ മൂടിക്കെട്ടിയിരിക്കുകയാണ്. പതിറ്റാണ്ടുകളോളം അയത്തുള്ള അലി ഖമേനി എന്ന ഒറ്റപ്പേരിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരുന്ന അധികാരം ഇപ്പോൾ അദൃശ്യമായ ഒളിത്താവളങ്ങളിലേക്കും സൈനിക കൗൺസിലുകളിലേക്കും വഴിമാറിയിരിക്കുന്നു. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി കരുതപ്പെടുന്ന മുസ്തഫ ഖമേനി വധശ്രമത്തെ ഭയന്ന് ഒളിവിൽ കഴിയുന്നുവെന്ന റിപ്പോർട്ടുകൾ കേവലം ഒരു വാർത്തയല്ല, മറിച്ച് ഒരു ഭരണകൂടത്തിന്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിന്റെ അടയാളമാണ്. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് ഇറാന്റെ ചരിത്രത്തിൽ നിർണായകമായ ഒരു ദിവസമായിരുന്നു. ടെഹ്റാനിലെ അതീവ സുരക്ഷാ മേഖലയിലുള്ള അയത്തുള്ള അലി ഖമേനിയുടെ വസതിക്ക് നേരെ നടന്ന സംയുക്ത US-ഇസ്രായേൽ വ്യോമാക്രമണം ഇറാന്റെ സുരക്ഷാ കവചങ്ങളെ തകർത്തെറിഞ്ഞു. ഈ ആക്രമണത്തിലാണ് മുസ്തഫ ഖമേനിക്ക് ഗുരുതരമായി പരിക്കേറ്റത്. പരിക്കുകളുടെ തീവ്രതയെക്കുറിച്ച് പുറത്തുവരുന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ആക്രമണത്തിൽ മുസ്തഫയുടെ മുഖത്തും ചുണ്ടിനും കടുത്ത പൊള്ളലേറ്റു. ഇത് അദ്ദേഹത്തിന്റെ സ്വാഭാവികമായ രൂപത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. കൈകൾക്കും കാലുകൾക്കുമേറ്റ പരിക്കുകൾ ചലനശേഷിയെ ബാധിച്ചു. പരിക്കേറ്റ കാലിൽ ഇതിനോടകം 3 ശസ്ത്രക്രിയകൾ പൂർത്തിയായി കഴിഞ്ഞു. നിലവിൽ അദ്ദേഹം ഒരു കൃത്രിമകാൽ ഘടിപ്പിക്കുന്നതിനുള്ള കാത്തിരിപ്പിലാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പ്ലാസ്റ്റിക് സർജറിയിലൂടെ മുഖത്തെ പാടുകൾ മാറ്റാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. മുഖത്തേറ്റ പൊള്ളൽ കാരണം സംസാരിക്കാൻ അദ്ദേഹം വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഇതുകൊണ്ടാണ് പൊതുജനങ്ങൾക്കോ മാധ്യമങ്ങൾക്കോ മുന്നിൽ വരാൻ അദ്ദേഹം തയ്യാറാകാത്തത്. ആധുനിക സാങ്കേതിക വിദ്യയുടെ കാലത്തൊരു രാജ്യം ഭരിക്കാൻ ഇറാൻ സ്വീകരിക്കുന്ന മാർഗം ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇസ്രയേലിന്റെ ചാരസംഘടനയായ മൊസാദ് സന്ദേശങ്ങൾ ചോർത്തുമെന്ന ഭയത്താൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ്. മുസ്തഫ ഖമേനിയുടെ ഉത്തരവുകൾ ഇപ്പോൾ പുറം ലോകത്തേക്ക് എത്തുന്നത് സീൽ ചെയ്ത കത്തുകൾ വഴിയാണ്. വിശ്വസ്ത ദൂതന്മാർ മോട്ടോർ സൈക്കിളുകളിലും സാധാരണ കാറുകളിലും രഹസ്യപാതകളിലൂടെ സഞ്ചരിച്ച് ഈ കത്തുകൾ അധികാര കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നു. ശത്രുക്കളുടെ നിരീക്ഷണം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു പ്രാകൃതമെന്ന് തോന്നാവുന്ന രീതി സ്വീകരിക്കുന്നത്. ഭരണകൂടത്തിന്റെ ദൗർബല്യം ലോകം അറിയാതിരിക്കാൻ വീഡിയോ സന്ദേശങ്ങളോ ഓഡിയോ ക്ലിപ്പുകളോ പുറത്തുവിടുന്നതിനും കർശന വിലക്കുണ്ട്. അലി ഖമേനിയുടെ കാലത്ത് അദ്ദേഹം എടുക്കുന്നതായിരുന്നു അന്തിമ തീരുമാനം. എന്നാൽ മുസ്തഫയുടെ കാര്യത്തിൽ ചിത്രം വ്യത്യസ്തമാണ്. ശാരീരികമായ അവശതകളും സുരക്ഷാ ഭീഷണികളും കാരണം അധികാരം പല തട്ടുകളായി വിഭജിക്കപ്പെടുന്നു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിന്റെ ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ രാജ്യത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നത്. മുസ്തഫ ഖമേനി ജനറൽമാരുടെ ബോർഡിന്റെ ഒരു ഡയറക്ടർ മാത്രമായി ഒതുങ്ങിയിരിക്കുന്നുവെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നു. നേതാവ് ഒളിവിൽ പോയതോടെ രാജ്യത്തിന്റെ നയതന്ത്ര തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ കൗൺസിലാണ്. പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഖാലിബാഫ് ഈ സമിതിയുടെ ശക്തനായ നേതാവായി ഉയർന്നിട്ടുമുണ്ട്. മുൻപ് റവല്യൂഷണറി ഗാർഡ്സിന്റെ ജനറൽ ആയിരുന്ന ഖാലിബാഫിന് സൈന്യത്തിലും ഭരണത്തിലും വലിയ സ്വാധീനമുണ്ട്. ഹൃദ്രോഗ വിദഗ്ധൻ കൂടിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഭരണാധികാരി എന്നതിലുപരി മുസ്തഫയുടെ ആരോഗ്യ കാര്യങ്ങൾ നോക്കുന്ന പ്രധാന വ്യക്തിയുമായി മാറിയിരിക്കുന്നു. ഇറാന്റെ ഈ പ്രതിസന്ധിയെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂക്ഷമായ ഭാഷയിലാണ് പരിഹസിച്ചത്. ഇറാന്റെ നേതൃത്വ നിരയെ തങ്ങൾ തകർത്തു കഴിഞ്ഞുവെന്നും ഇപ്പോൾ അവർക്കൊരു നേതാവില്ലാത്ത അവസ്ഥയാണെന്നുമാണ് ട്രംപിന്റെ വാദം. ഇറാന്റെ നേതാവ് ആരാണെന്ന് അവർക്ക് പോലും അറിയില്ല എന്ന ട്രംപിന്റെ പ്രസ്താവന ആഗോള തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. 3 നിര നേതാക്കളെ വധിച്ചു കഴിഞ്ഞുവെന്ന അവകാശവാദം ഇറാന്റെ ആത്മവീര്യത്തെ തകർക്കാനുള്ള മനഃശാസ്ത്ര യുദ്ധത്തിന്റെ ഭാഗം കൂടിയാണ്. ഭരണപരമായ അസ്ഥിരതയ്ക്കിടയിലും ഇറാൻ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാൻ തയ്യാറായിട്ടില്ല. ഹോർമുസ് കടലിടുക്കിലെ എണ്ണ ഗതാഗതം തടഞ്ഞുകൊണ്ട് ഇറാൻ ആഗോള വിപണിയിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ആണവായുധ നിർമ്മാണം പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്നാണ് US-ന്റെ പ്രധാന ഡിമാൻഡ്. തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റം അനുവദിക്കില്ലെന്നും ഉപരോധങ്ങളെ അതിജീവിക്കാൻ തങ്ങൾക്ക് കരുത്തുണ്ടെന്നുമാണ് ഇറാൻ കൗൺസിലിന്റെ വാദം. അമേരിക്കയേക്കാൾ കൂടുതൽ കാലം പിടിച്ചു നിൽക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. മിഡിൽ ഈസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധർ നിരീക്ഷിക്കുന്നത് മുസ്തഫ ഖമേനിക്ക് തന്റെ പിതാവിനെ പോലെ ഒരു സുപ്രീം ലീഡർ എന്ന പരിവേഷം നേടിയെടുക്കാൻ ഇനിയും വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ്. ഇപ്പോൾ അദ്ദേഹം പല ശബ്ദങ്ങളിൽ ഒന്ന് മാത്രമാണ്. സൈനിക ജനറൽമാരുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഭരണകൂടം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. ഇറാൻ ഇന്നൊരു നിർണായക ഘട്ടത്തിലെത്തി. മുസ്തഫ ഖമേനിയുടെ അജ്ഞാതവാസം നീണ്ടുപോകുന്നത് ഭരണകൂടത്തിനുള്ളിലെ അതൃപ്തികൾ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. ശാരീരികമായ തളർച്ചയെ മാനസികമായ കരുത്തുകൊണ്ട് നേരിടുന്നത് ഇറാൻ അവകാശപ്പെടുമ്പോഴും ഒരു ഭരണാധികാരി നിഴലായി തുടരുന്നത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് ഉയർത്തുന്നത്. വരും മാസങ്ങളിൽ മുസ്തഫ പുറത്തു വരുമോ അതോ അധികാര കേന്ദ്രങ്ങൾ ഖാലിബാഫിനെ പോലുള്ളവരിലേക്ക് പൂർണ്ണമായും കൈമാറപ്പെടുമോ എന്നത് ലോകം ഉറ്റുനോക്കുന്ന കാര്യമാണ്.